ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇസാമയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയാണ്. ഈവനിങ് 6:30ക്കാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോട്ടൽ എമിലീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലോബിയിൽ തന്നെ മോളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അത് അല്പനേരം നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. ഇതായിരുന്നു ഹാളിന്റെ വ്യൂ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കിച്ചൻ രേഷ്മ ഉണ്ടായിരുന്നു. രേഷ്മയാണ് നെക്സ്റ്റ് മോം ടു ബി. ഞങ്ങൾ എത്തിയത് ഒരു പൊടിക്ക് നേരത്തെ ആയിരുന്നു. ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആകാറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്മോളുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ബട്ടർഫ്ലൈ തീമായിരുന്നു. അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് ചിന്നും ജെൻസും വന്നിട്ടുണ്ടായിരുന്നത്. ജെൻസ് ചെറിയ ഫാഷൻ ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനു പുറകെ മനുവും മാമിയും മോളും വന്നു. നമ്മുടെ ബർത്ത്ഡേ ക്യൂൻ ഉറങ്ങുകയാണ്. കുഞ്ഞു മോൾ ഉറങ്ങുന്നത് കണ്ടിട്ട് ചെറിയ തൊട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഹെൽപ്പേഴ്സ്. ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയ നേരത്ത് ചിന്നുവും മനുവും ഫോട്ടോഷൂട്ടിലായി. അങ്ങനെ ഇസുമോൾ ഉണർന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഉമ്മയുടെ വാപ്പാടും കയ്യിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നീട് കിട്ടിയ ഗ്യാപ്പിന് ഞാനും ഉമ്മയും മനുവും കൂടെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബട്ടർഫ്ലൈ തീമും പിങ്കിഷ് കളറും ഒക്കെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. കേക്ക് കട്ടിങ്ങിന് മുന്നേയുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്തു. സെയിമുവാപ്പാട് ഉമ്മയുടെ കയ്യിലായിരുന്നു. ഇസു ഇപ്പൊ കരയും എന്നുള്ള രീതിക്ക് ഇരുന്നപ്പോഴാണ് മനു കേക്ക് പതിയെ വെച്ചു കൊടുത്തത്. ഇപ്പൊ കരച്ചിലങ്ങ് പതിയെ മാറി. അവിടുത്തെ കേക്ക് കട്ടിംഗ് സെറമണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നൈസിന് ഇവിടെയും നടക്കുന്നുണ്ടായിരുന്നു ഷെൻസുന്റെ കേക്ക് കട്ടിംഗ്. എല്ലാം കഴിഞ്ഞപ്പോൾ സെയിമു നല്ല വിശന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചമ്മയുടെ കയ്യിലിരുന്ന് പാല് കുടിച്ച് അവൻ ഉറങ്ങി. ഇസു കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഷെൻസുവിനും അതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ ഷെൻസുവിനും ഒരു കപ്പ് കേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെയാണോ ഈ വീഡിയോയിൽ എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ 3 പേര് വന്നായിരുന്നു. ഇവരാണ് ജിതിൻ, പൂക്കി ആൻഡ് ഹാജ. പിന്നെ കുറച്ചു നേരം അവിടെ കറങ്ങി നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇവരായിരുന്നു ഗിഫ്റ്റൊക്കെ തിരിച്ച് വണ്ടിയിലെടുത്ത് വെക്കാൻ വേണ്ടി സഹായിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്